പോളിംഗ് ശതമാനം കുറവ് എന്നുള്ളത് ഒരു പരിധിവരെ നമ്മളെ ഈ വോട്ടർ പട്ടികയുടെ ഉള്ള വോട്ടർമാർ എല്ലാ വാർഡിലും മിക്ക വാർഡിലും വിശേഷിച്ച് ഞാനൊരു പ്രത്യേക ആളുകളെ പറയുന്നില്ല, ക്രൈസ്തവ മേഖലകൾ ചെറുപ്പക്കാർ ആരും നാട്ടിലില്ല. അവരൊക്കെ ജോലി തേടി വിദേശത്ത് മാത്രമല്ല യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോയിരിക്കുകയാണ്. അപ്പം അതിലൊരു വലിയൊരു ശതമാനം UDF അനുഭാവികളാണ് എന്ന യാഥാർത്ഥ്യമുണ്ട്. എന്നാൽ ഇടതുപക്ഷത്തിൻ്റെ ആളുകളും അതിലുണ്ട്. പക്ഷെ ഞങ്ങൾ അതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കണക്ക് കൂട്ടി തന്നെയാണ് പ്രചാരണ രംഗത്ത് മുന്നേറിയിട്ടുള്ളത്. ആ തെരഞ്ഞെടുപ്പ് അങ്ങനെ അതുകൊണ്ടാണ് പോളിംഗ് ശതമാനം കുറഞ്ഞത്. പക്ഷെ അത് ഒരു തരത്തിലും UDFന്റെ സാധ്യതയ്ക്ക് മങ്ങലേൽക്കില്ല. തെരഞ്ഞെടുപ്പ് തുടങ്ങിയ ഘട്ടത്തിലും പ്രചരണം അവസാനിപ്പിച്ച ഘട്ടത്തിലും ഞങ്ങൾ അവകാശപ്പെട്ടതിൽ നിന്നും ഈ തെരഞ്ഞെടുപ്പ് അവസാനിച്ച് പോളിംഗ് അവസാനിച്ച ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഞങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ് ഉണ്ടായത്. ചെറുപുഴ പഞ്ചായത്തിൽ എല്ലാ മേഖലകളിലും, അത് കേവലം UDFന്റെ മേഖലകൾ മാത്രമല്ല, CPMന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ശക്തമായ കോട്ടകൾ അതിശക്തമായ വെല്ലുവിളി ഉയർത്താനും ഒരുപക്ഷെ അത്ഭുതങ്ങൾ സംഭവിക്കാനും ഇടയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. വിശേഷിച്ച് ഞാൻ പറയുന്നത് ചെറുപുഴ പഞ്ചായത്തിൽ എക്കാലത്തും CPMന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൈകളിലുണ്ടായിരുന്ന 11ാം വാർഡ് ചട്ടിവയലും 16ാം വാർഡ് പാറോത്തിന്നീരും 14ാം വാർഡ് അയ്യങ്കല്ലും ഇത്തവണ അത്ഭുതങ്ങൾ സംഭവിക്കാനാണ് സാധ്യത കൂടുതൽ. കാരണം അവിടെ നിന്നൊക്കെ പ്രവർത്തനം നമുക്ക് വിലയിരുത്തപ്പെടുമ്പോൾ CPM കടുത്ത പ്രതിരോധത്തിലായിട്ടുണ്ട്. അപ്പം റിസൾട്ട് എന്തുമാവാമെന്ന ഘട്ടമാണത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മികച്ച ഭൂരിപക്ഷത്തിൽ ഐക്യജനാധിപത്യ മുന്നണി ചെറുപുഴ പഞ്ചായത്തിന്റെ ഭരണം തിരിച്ചുപിടിക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും സംശയമില്ല. എൻ്റെ ഒരു നിഗമനത്തിൽ LDFും CPMും ആ ഒരു പരാജയം മണക്കുന്നു എന്നുള്ളത് അവരും സമ്മതിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ നാളെ ഇപ്പം ഏതായാലും ഇനി മണിക്കൂറുകൾ മാത്രമാണ് റിസൾട്ട് അറിയാനുള്ളത്. നമ്മൾ പൂർണ്ണ ആത്മവിശ്വാസം ചെറുപുഴ പഞ്ചായത്തിൽ ഒരു കോൺഗ്രസ് വനിത പഞ്ചായത്ത് പ്രസിഡന്റായി അധികാരമേൽക്കും. അതറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അതിന് ഞങ്ങൾ കാണുന്നത് സമീപകാലത്തൊന്നും ഉണ്ടാകാത്ത വിധം ആദ്യം ഐക്യമുണ്ടായി. രണ്ടാമത്തെ കാര്യം, ഏറ്റവും സുപ്രധാനമായ കാര്യം എന്ന് പറയുന്നത്, ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടി കഴിഞ്ഞ 16 മാസമായി ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള മുന്നൊരുക്കമായി ഉള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വരുന്നു. പ്രത്യേകിച്ച് വാർഡ് തലത്തിൽ കോൺഗ്രസിന് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ഉതകുന്ന വിധത്തിലുള്ള വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ രൂപീകരണവും അതിനുശേഷം നിരന്തരമായി നടത്തിക്കൊണ്ടിരുന്ന പാർട്ടി പരിപാടികളും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ നമുക്ക് സാധിച്ചതും മികച്ച സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കാൻ സാധിച്ചതും തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നതാണ് രണ്ടാമതായി നമുക്ക് പറയാനുള്ളത്. പിന്നെ തെരഞ്ഞെടുപ്പ് ദിവസം സാധാരണ നിലയിൽ ചില വാർഡുകളിൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പരാജയപ്പെട്ട വാർഡ്, ഞാൻ ഈ രണ്ടാമത്തെ തവണയാണ് ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് നേതൃത്വം കൊടുക്കുന്ന കൂട്ടത്തിൽ പെടുന്നത്. 2ാം തവണയാണ്. കഴിഞ്ഞ തവണയൊക്കെ കണ്ടത് കോൺഗ്രസിൻ്റെതായ സിറ്റിംഗ് വാർഡുകളിലൊക്കെ തന്നെ അന്നേ ദിവസം, അതായത് പോളിംഗ് ദിവസം, ഒരു പ്രവർത്തകരുടെ അഭാവമൊക്കെ പല സ്ഥലത്തും കണ്ടിരുന്നു. പക്ഷെ ഇത്തവണ 20 സീറ്റിലും മികച്ച രീതിയിൽ, ഒരുപക്ഷെ LDFനെ കവച്ചു വെക്കുന്ന രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് ദിവസത്തെ പ്രവർത്തനം നമുക്ക് കൂടുതൽ ആവേശഭരിതമാണ്. ഉദാഹരണത്തിന് ഞങ്ങളെയൊക്കെ നാടുകളിൽ CPMന് എക്കാലവും ജയിച്ചു വരുന്ന വാർഡുകളാണ്. അവിടെയൊക്കെ ഓപ്പൺ വോട്ട് ചെയ്യുന്ന കാര്യത്തിലായാലും, ഈ പ്രവർത്തകരെ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ആളുകളെ കൊണ്ടുവരുന്ന കാര്യത്തിലായാലും, വോട്ട് ചെയ്യിക്കുന്ന കാര്യത്തിലായാലും രാവിലെ 7 മണി മുതൽ തന്നെ എല്ലാ വാർഡുകളിലും പ്രവർത്തകരുടെ സാന്നിധ്യം വളരെ സജീവമായി നമുക്ക് എടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു പ്രത്യേകത. പിന്നെ ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ, തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചില പ്രമുഖർ
പരാജയപ്പെടും എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഒരുപക്ഷെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥി പോലും പരാജയം മണക്കുന്നു എന്നുള്ളതാണ് അവസാനത്തെ റിപ്പോർട്ട്. അങ്ങനെ വന്നാൽ വലിയ ഒരു മാർജിനിൽ ഐക്യജനാധിപത്യ മുന്നണി ഈ ചെറുപുഴ പഞ്ചായത്തിൻ്റെ ഭരണം തിരിച്ചു പിടിക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും സംശയമില്ല. ജനങ്ങളും ഏകദേശം തന്നെ അത് സമ്മതിച്ച മട്ടാണ്. മലയോര മേഖലയിൽ ചെറുപുഴയുടെ മണ്ണിൽ പ്രിന്റിംഗ് മികവുമായി നിറസാന്നിധ്യമായി 8ാം വർഷത്തിലേക്ക് സിനായി പ്രിന്റേഴ്സ് ആൻഡ് സ്റ്റേഷനറി. ഓഫ്സെറ്റ് പ്രിന്റിംഗ്, ഡിജിറ്റൽ പ്രിന്റിംഗ്, ബാനർ പ്രിന്റിംഗ് എന്നീ പ്രിന്റിംഗ് മേഖലയിൽ കാലത്തിനൊത്ത അപ്ഡേറ്റുമായി ഏറ്റവും നൂതന മെഷീനറീസുമായി തേരോട്ടം തുടരുന്നു. സിനായി പ്രിന്റേഴ്സ് ID കാർഡ്, വെഡ്ഡിംഗ് കാർഡ്, മഗ് പ്രിന്റിംഗ്, ഫോട്ടോ ഫ്രെയിം എന്നിവ നിങ്ങളുടെ കൈകളിലേക്ക് കാലതാമസം കൂടാതെ സിനായി പ്രിന്റേഴ്സ് ഒരുക്കുന്നു. പ്രിന്റിംഗ് ടെക്നോളജിയിൽ ഡിപ്ലോമ കരസ്ഥമാക്കിയ ഒരു കൂട്ടം ചെറുപ്പക്കാർ എന്നും ഒരു മുതൽക്കൂട്ടായി സിനായി പ്രിന്റേഴ്സിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു. നാളിതുവരെ തന്ന സ്നേഹത്തിനും സഹകരണത്തിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി.